മകള് പ്രസവിച്ചതായിരുന്നു. 2 മാസമായി. അപ്പൊ ഇത് നിക്കാഹ് നിന്നിട്ടില്ല. ഇത് ചെറുങ്ങനെ അപ്പൊ നിസ്കരിക്കാനും നോമ്പ് വെക്കാനും പറ്റുമെന്നുള്ളത്. പ്രസവവുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാകുന്ന ബ്ലീഡിങ്, രക്തം, അതിനെ നിഫാസ് എന്നാണ് നമ്മൾ പറയുക. ഈ ഒരു നിഫാസിന്റെ കൂടിയ കാലാവധി എന്ന് പറയുന്നത് 40 ദിവസമാണ്. അപ്പോൾ അതിന് മുമ്പ് കുറഞ്ഞ കാലാവധി അതിന് നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. അത് ചിലപ്പോൾ ഒരു രാത്രി ഒരു പകലാവും, 2 ദിവസമാകാം, 5 ദിവസമാകാം, 10 ദിവസമാകാം. അപ്പോൾ എത്ര കുറഞ്ഞ കാലാവധിയും ചിലപ്പോൾ മണിക്കൂറുകളോ മാത്രമായിരിക്കാം. പക്ഷെ എന്നാൽ കൂടിയ കാലാവധി പരമാവധി 40 ദിവസം വരെയാണ് നിഫാസ് ആയിട്ട് പരിഗണിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ പ്രസവം കഴിഞ്ഞിട്ട് 2 മാസം എന്ന് പറയുമ്പോൾ 60 ദിവസമായി. അപ്പോൾ 40 ദിവസം കഴിഞ്ഞാൽ, പ്രസവം കഴിഞ്ഞ് 40 ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ ബ്ലീഡിങ് നിൽക്കും. നിഫാസിന്റെ രക്തമാണെങ്കിൽ അത് നിൽക്കും. ഇനി വീണ്ടും രക്തം തുടർന്ന് വരുന്നുണ്ട് എങ്കിൽ ഈ 40 ദിവസത്തിന് ശേഷം വരുന്ന രക്തത്തിനെ ഇസ്തിഹാലത്തായിട്ടാണ് പരിഗണിക്കേണ്ടത്. അഥവാ രോഗമായിട്ടുള്ള ബ്ലീഡിംഗ് ആയിട്ട് പരിഗണിക്കുകയും ആ 40 ദിവസം പൂർത്തിയാകുന്ന ദിവസം നമ്മൾ കുളിച്ച് ശുദ്ധിയായി പിന്നീട് നമസ്കാരം നിർവഹിക്കുകയും നോമ്പ് നോൽക്കുകയും ഒക്കെ അവർക്ക് ചെയ്യാവുന്നതാണ്. നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ അവർ കുളിക്കുകയും എന്നിട്ട് ഓരോ നമസ്കാരത്തിനും കുളിച്ച് ഒതു ഉണ്ടാക്കിയിട്ട് നമസ്കരിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം അത്തരം സന്ദർഭത്തിൽ അവർക്ക് ജമ്പ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഓരോ സമയത്തും അവരിങ്ങനെ കുളിച്ച് പ്രയാസപ്പെടുന്നതിന് പകരം ഇപ്പൊ ലുഹറിന്റെ അവസാന സമയത്തേക്ക് നിസ്കാരത്തെ പിന്തിപ്പിക്കുക. എന്നിട്ട് ഒന്ന് കുളിച്ച് ശുദ്ധിയതിനു ശേഷം ഒരു ഒതു കൊടുക്കുക. ആ ഒതു എടുത്തതിന് ശേഷം ആദ്യം ലുഹർ നിസ്കരിക്കുക. ലുഹർ നിസ്കരിച്ച് കഴിയുമ്പോഴേക്കും ബാങ്ക് കൊടുക്കും. ബാങ്ക് കൊടുത്തതിന് ശേഷം അസർ നിസ്കരിക്കുക. അതേപോലെ തന്നെ ഓരോ ഈ രണ്ട് റക്അത്തുകൾ, 2 നമസ്കാരങ്ങളെ ഏതെങ്കിലും ഒന്നിന്റെ സമയത്ത് ആദ്യത്തെ നമസ്കാരത്തിന്റെ അവസാന സമയം, രണ്ടാമത്തെ നമസ്കാരത്തിന്റെ ആദ്യത്തെ സമയം ഒരുമിച്ച് വരുന്ന രൂപത്തിൽ ജമ്പ് ചെയ്തുകൊണ്ട് നമസ്കരിക്കാവുന്നതാണ്. അങ്ങനെ കുളിച്ച് ഓരോ നമസ്കാരത്തിനും കുളിച്ച് ഒതു ഉണ്ടാക്കിയിട്ട് ആ സമയത്ത് നമസ്കരിക്കാണ്ട് ചെയ്യേണ്ടത്. അത് 40 ദിവസത്തിൽ കൂടുതൽ ആ രക്തം നീണ്ടു നിൽക്കുകയാണെങ്കിൽ അതിനെ ഒരിക്കലും നിഫാസ് ആയിട്ട് കണക്കാക്കുകയില്ല, പ്രസവരക്തമായിട്ട് കണക്കാക്കുകയില്ല. അപ്പൊ ഇവിടെ 60 ദിവസം എന്ന് പറയുമ്പോൾ അതിന്റെ സമയം കടന്നു പോയിട്ടുണ്ട്. ഇപ്പൊ 40 കഴിഞ്ഞതിന് ശേഷമുള്ള ദിവസങ്ങളിൽ അവർ ആ നമസ്കാരം നിർവഹിക്കേണ്ടതായിരുന്നു. അത് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി എത്രയും പെട്ടെന്ന് കുളിച്ച് ശുദ്ധിയായതിനു ശേഷം, നോമ്പാണെങ്കിൽ നഷ്ടപ്പെട്ട നോമ്പുകൾ അവർ നോറ്റ് വീട്ടണം. കാരണം അവർക്കത് നിർബന്ധമായിട്ടുണ്ട്. പിന്നെ നമസ്കാരം തന്നെ ഓർമ്മയുള്ള എത്ര വക്താണോ അത് കഴിവിന്റെ പരമാവധി നിസ്കരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. പിന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുക. ഇതൊക്കെയാണ് ആ വിഷയത്തിൽ ചെയ്യാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വീഴ്ചകളെല്ലാം തിരുത്തി പുറത്തു തരികയും അവന്റെ ഫിർദൗസുൽ ആലയിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ.